ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറയുകയാണ്, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ വരുന്ന ആഴ്ചകളിൽ ഞാൻ പേഴ്സണലി പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒരു വിവരണവും ടെക്നിക്കൽ അനാലിസിസും ആൻഡ് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് കണ്ടന്റ് ആയിട്ട് കണക്കാക്കുക. നിങ്ങളും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ കണ്ടന്റ് ഉപയോഗപ്പെടുത്തുക. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു ടെലിഗ്രാം ബാൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു എമർജൻസി ഘട്ടമെന്ന നിലയിൽ ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും വാട്സാപ്പ് ചാനലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വരുന്ന ആഴ്ചകളിൽ നമുക്ക് നല്ല കണ്ടന്റുകളൊക്കെ ഇട്ട് ചാനൽ ആക്റ്റീവ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിലും വാട്സാപ്പിലും എന്താ പറയുക, രണ്ടിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എന്നെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു വഴിയും കൂടെയാണ് ഞാൻ വാട്സാപ്പ് ചാനലും കൂടെ ഇട്ടേക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് പറഞ്ഞ ശേഷം നമുക്ക് സ്റ്റോക്സിലേക്ക് പോകാം. കാര്യം നിഫ്റ്റി മനസ്സിലാക്കാതെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് കാര്യമില്ല. സോ നിഫ്റ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. സോ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു 24,268 റേഞ്ചിൽ നിന്നും ഡൗൺ സൈഡ് വന്ന് 24,000 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഗ്ലോബലി ഉള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് പല ഏഷ്യൻ മാർക്കറ്റ്സിലും ഒരു സെൽ ഓഫ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ആൻഡ് നമുക്ക് എന്തായാലും നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് മാത്രമേ എനിക്ക് തിങ്കളാഴ്ച പ്രീ മാർക്കറ്റ് സെഷനിൽ മാത്രമേ നമുക്ക് എന്തായാലും ഒരു ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. നിലവിൽ മാർക്കറ്റ് ഒരു സപ്ലൈ എടുത്തേക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ഡിമാൻഡ് സോൺസിലേക്കൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗ്യാപ്പ് ഏരിയ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നാൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. സോ എല്ലാവരും കാമായിട്ടിരിക്കുക. സ്റ്റോപ്പ് ലോസുകൾ ചെറുതായിട്ടൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ എക്സിറ്റ് ചെയ്യുക. എന്തായാലും ഒരു സെൽ ഓഫ് പോസിബിലിറ്റി മനസ്സിൽ കണ്ട് വേണം നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ വ്യൂ ബെയറിഷ് ആണ് നിലവിലെ അവസ്ഥയിൽ. ഞാൻ എൻ്റെ പേഴ്സണൽ കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ ലെവൽസ് നമുക്ക് പഠിക്കാവുന്നതാണ്. പ്രീ മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും കൂടെ ലോക മാർക്കറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം. ഓക്കെ, തൽക്കാലം ഒന്ന് നിഫ്റ്റി നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്റ്റോക്സ്, നമ്മൾ ഏതൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സ് എന്നാണ്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ടൈമെക്സ് ഗ്രൂപ്പ്. താഴത്തെ ലെവലിൽ നിന്ന് വാങ്ങി ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ ടൈമെക്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പാരലൽ ചാനൽ റേഞ്ച് ബിൽഡ് ചെയ്ത് സ്റ്റോക്ക് പോകുകയാണ്. നിങ്ങളിവിടെ നോക്കുക, ഒരു 378 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ ഇതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഹയർ ഹൈ ഫോർമേഷൻ നമുക്കിവിടെ കാണാം. ഒരു ഹൈ തരുന്നു, ഒരു ലോ തരുന്നു, ഒരു ഹൈ തരുന്നു, ഒരു ലോ തരുന്നു, ഒരു ഹൈ തരുന്നു, ഒരു ലോ തരുന്നു. സോ ഒരു ഹയർ ഹൈ ഫോർമേഷൻ വെച്ചാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ഒരു പാരലൽ ചാനൽ ഉണ്ടാക്കിയാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. എന്തായാലും ഞാൻ മാക്സിമം ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 560 റേഞ്ച് ആയിരിക്കും ഞാൻ ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുവാണെങ്കിൽ ഞാൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും. ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന നിലയിൽ ഞാൻ ഈ ഏരിയയിലാണ് വാങ്ങിയത്, 440 റേഞ്ചിൽ. അപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന നിലയിൽ ഞാൻ എന്തായാലും ഈ ലോ കണക്കാക്കാമെന്ന് കരുതുന്നു. ഒരു 470 റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ഒഴിവാകും. അല്ലാത്ത പക്ഷം ഞാൻ എന്തായാലും ഒരു 560 580 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ടൈമെക്സ് ഗ്രൂപ്പ്. കാര്യം മാർക്കറ്റിൽ ഒരു പാരലൽ ചാനൽ ഫോർമേഷൻ വഴി മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കഴിഞ്ഞ മാർക്കറ്റ് ക്രാഷിലും ഈ സ്റ്റോക്ക് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് പിടിച്ചു നിന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ടൈമെക്സ് ഗ്രൂപ്പ് വരുന്ന ആഴ്ചകളിൽ ഒന്ന് നിങ്ങളുടെ പ്രൈവറ്റ് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ഓക്കെ, അടുത്ത ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ആവാസ് ഫിനാൻസേഴ്സ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഡൗൺ ട്രെൻഡിലേക്ക് വന്ന സ്റ്റോക്കാണ് അല്ലേ. ആവാസ് ഫിനാൻസേഴ്സ് എന്ന് പറയുന്നത് 3362 റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. മോസ്റ്റ്ലി ഒരു 67-68% റേഞ്ച് ഡൗൺ സൈഡ് വന്നു. അതായത് 3000 റേഞ്ചിൽ നിന്നും 1000 റേഞ്ചിൽ അല്ലെങ്കിൽ 992 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തി എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ എന്തോരം ഡൗൺ ട്രെൻഡ് ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബേസ് ബിൽഡിങ്ങിനുള്ള ശ്രമം സ്റ്റോക്ക് നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഒരു ബേസ് ബിൽഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത് മുന്നത്തെ ഒരു സപ്പോർട്ട് റേഞ്ച് ആണെന്ന് നമുക്കൊരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു ബേസ് ബിൽഡിങ്ങിന് ശ്രമം നടത്തുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിലെ അവസ്ഥയിൽ ഈ ഒരു ക്യാൻഡിൽസ് ഒക്കെ ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് 1480 എന്നുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള സപ്ലൈ എന്താ പറയുക നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പല തവണയായിട്ട് 1462 അല്ലെങ്കിൽ 80 റേഞ്ചിൽ ഈ സ്റ്റോക്ക് സപ്ലൈ നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പലവട്ടം ഈ ഏരിയ
അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് വീണ്ടും ഒരു അറ്റംപ്റ്റിലേക്കാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വാച്ച് ചെയ്യാം ക്ലോസ്ലി. ഇപ്പോൾ 1520 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആവാസ് ഫിനാൻസേഴ്സിൽ. ആൻഡ് എൻ്റെ ടാർഗറ്റ് വരുന്നത് 1700 റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ക്ലോസ്ലി വാച്ച് ചെയ്യണം. അപ്പോൾ മൺഡേ മേ ബി ഒരു ക്രാഷ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നല്ലൊരു പുൾ ബാക്കിലേക്ക് വന്ന് സ്റ്റോക്ക് വീണ്ടും മൂവ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ എൻട്രി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൺഡേ എൻ്റെ എൻട്രി പരിഗണനയിൽ ഞാൻ പരിഗണിക്കുന്ന സ്റ്റോക്കിൽ ഒന്നായിരിക്കും ആവാസ് ഫിനാൻസേഴ്സ്. എന്തായാലും ഒരു 1 month 2 monthിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഒരു 1290 തൊട്ട് 1330 ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാം. ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ആവാസ് ഫിനാൻസേഴ്സ് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് ഇതിൽ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പം അടുത്ത സ്റ്റോക്ക് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളതാണ്. ഞാൻ ഒരിക്കൽ പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ഒഴിവാക്കിയ സ്റ്റോക്കാണ് പ്ലസ് GVS ഫാർമ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ അത്രയും വലിയൊരു ബേസ് ഏരിയയിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പം ഇതിൻ്റെ ഒരു വലിയ പിക്ചർ കാണിക്കാം. പ്ലസ് GVS എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ കാലമായി ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബ്രേക്ക് ചെയ്ത് പോയത്. ഓക്കെ, ഞാൻ വീക്ക്ലി ചാർട്ടാണ് എടുത്തേക്കുന്നത്. വലിയൊരു സോണിൽ നിന്നാണ് ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് പോയത്. ആൻഡ് അവിടെ നിന്നും വലിയ റീടെസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ല. വീക്ക്ലി റേഞ്ചിൽ നിന്നും 200 റേഞ്ചിലേക്ക് റീടെസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് ഒരു ഹയർ മൂവ്മെന്റ് തന്ന് പോവുകയാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്ട്രക്ചർ അല്ല ഈ സ്റ്റോക്ക് എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ബെറ്റർ ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് എടുത്തത്. ഒരു ഫേവറേറ്റ് സ്ട്രക്ചർ എന്ന നിലയിൽ ഞാനിത് കൺസിഡർ ചെയ്യൂല. ഒരു ഡിമാൻഡ് എടുത്ത് പോകുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു 450 റേഞ്ച് ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാവുന്ന പോസിബിലിറ്റി ഉണ്ട്. 450 റേഞ്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഈ ഒരു റേഞ്ചിന് താഴെ പോകുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യും. 440 തൊട്ട് 450 റേഞ്ചിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് ഒരു 600 റേഞ്ചിലേക്ക് ഞാൻ മൂവ്മെന്റ് പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് 490 റേഞ്ചിൽ നിന്നും ഒരു 44% മൂവ്മെന്റ്, അതായത് വലിയൊരു മൂവ്മെന്റ് ഞാൻ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. പ്ലസ് GVS ഫാർമ ഒരു 445 റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നിന്നാൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ഇതിന് താഴെ പോവുകയാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്ക് ഒഴിവാക്കും. 445 റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു നല്ലൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങി ട്രേഡ് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇത് എൻ്റെ ട്രേഡ് പ്ലാനാണ്, നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, എൻ്റെ ട്രേഡ് പ്ലാനാണ് ഞാനിവിടെ വെളിപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടന്റ് ആണ്, ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ബ്രേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് പിക്സ് ട്രാൻസ്മിഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് എന്തുകൊണ്ട് ഞാനിത് പഠിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കാം. കാര്യം പിക്സ് ട്രാൻസ്മിഷൻ അതായത് IPOയ്ക്ക് ശേഷം 2002 IPOയ്ക്ക് ശേഷം ബ്രേക്ക് ചെയ്തു, അപ്സൈഡ് മൂവ്മെന്റ് തന്നു. കണ്ടോ, അപ്പോൾ ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നു. അപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ എത്ര % മൂവ്മെന്റ് നടത്തിയത്? മോസ്റ്റ്ലി 100% മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. അതായത് 1700 റേഞ്ചിൽ നിന്നും 2820 റേഞ്ചിലേക്ക് നല്ലൊരു 100% മൂവ്മെന്റ്, അതായത് 850 റേഞ്ചിലേക്ക് 100% മൂവ്മെന്റ് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. നല്ലൊരു ക്രാഷ് കിട്ടി, ഒരു ലോവർ ലോ ഉണ്ടാക്കി ഈ സ്റ്റോക്ക് ഒരു വലിയ ബേസ് ഏരിയയിലേക്ക് എത്തി. അതിനുശേഷം 1750 എന്ന റേഞ്ച് ഈ സ്റ്റോക്കിന് ഡൗൺ സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്ത് അപ്സൈഡ് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 1780 റേഞ്ച് കണക്കാക്കാം നമുക്ക്, കണ്ടില്ലേ. പല തവണയായിട്ട് ഈ സ്റ്റോക്ക് ഇതിൻ്റെ താഴെ അറ്റംപ്റ്റ് നടത്തി ഫെയിൽ ആവുകയാണ് ഉണ്ടായത്, കണ്ടില്ലേ. ഓരോ തവണ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓരോ തവണയും ഈ സ്റ്റോക്ക് ഈ ഒരു സോണിൻ്റെ താഴോട്ട് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പല തവണ അറ്റംപ്റ്റ് നടത്തി ഫെയിലായി. ആൻഡ് നൗ ഈ ഒരു റേഞ്ച്, ഈ ഒരു വലിയ സപ്ലൈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വളരെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇട്ടത്. കാര്യം ഒരുപാട് തവണ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് നടത്തിയാണ് ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തത്. അപ്പം മേ ബി ഒരു പുൾ ബാക്കിന് ശേഷം നല്ലൊരു മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടത്. എൻ്റെ ടാർഗറ്റ് വെച്ച് ചെയ്യുന്നത് 2271 ഞാൻ നിലവിൽ എൻട്രി ചെയ്തിട്ടില്ല. ഒരു ക്യാൻഡിൽ, ഒരു ചെറിയ പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ എൻട്രി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് പിക്സ് ട്രാൻസ്മിഷൻസ് ലിമിറ്റഡിൽ. അപ്പോൾ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടുമോ, അതോ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തുമോ, അതായത് ഒരു ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ഒന്ന് ഡൗൺ സൈഡ് വന്ന ശേഷം വീണ്ടും അറ്റംപ്റ്റ് നടത്തി അപ്പ് സൈഡ് പോകുമോ എന്ന് വാച്ച് ചെയ്യണം. എന്തായാലും ഞാൻ അത്യാവശ്യം വിശ്വാസ്യതയോടെ നോക്കി കാണുന്നൊരു എൻട്രി ആയിരിക്കും പിക്സ് ട്രാൻസ്മിഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പോകുന്നത് 1580 റേഞ്ചിന് താഴെ വീക്ക്ലി ക്ലോസിംഗ് വന്നാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇതിൽ വർക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക്
നിങ്ങളെ ഞാനിത് പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. ഗോ കളേഴ്സ് അല്ലെങ്കിൽ ഗോ ഫാഷൻ അറിയായിരിക്കും. ഗോ ഫാഷൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് വളരെ ഫേമസ് കമ്പനിയാണ് ഗോ ഫാഷൻ. നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റോക്സിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അതും ഞാൻ ടെക്നിക്കലി പഠിച്ച് ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഗോ കളേഴ്സ് ഫാഷൻ അല്ലെങ്കിൽ ഗോ ഫാഷൻ എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ, 1463 നിന്നും ഈ സ്റ്റോക്ക് 240 റേഞ്ചിലേക്ക് എത്തി. അപ്പം എന്തോരം ഡൗൺഫോൾ ഉണ്ടായെന്ന് ആലോചിച്ചു. ഇത്രയും വലിയ ഒരു നല്ലൊരു കമ്പനി, ഇത്രയും വലിയൊരു ഡൗൺഫോളിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കി തിരിച്ചു കയറാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. കണ്ടില്ലേ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം. നമുക്കിവിടെ പാറ്റേൺ ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം, ഒരു W പാറ്റേൺ ഒക്കെ നമുക്കിവിടെ കാണാം. ആൻഡ് നെക്ക് ലൈനിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതായിട്ടുള്ള അറ്റംപ്റ്റ് നമുക്കിവിടെ തോന്നാം. ഒരു ഫീയിൽ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ചിലരാണെങ്കിൽ അല്ലാതെ എന്താ പറയുക, സ്ട്രക്ചറലി വേറെ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ കാണാം. എൻ്റെ ഒരു നെക്ക് ലൈനിൽ നിന്നും വീണ്ടും ബേസ് ഉണ്ടാക്കി തിരിച്ചു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിൽ വളരെയധികം പോസിറ്റീവായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട് കമ്പനി. ആൻഡ് 403 ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഒരു ടാർഗറ്റ് വെച്ചേക്കുന്നത് ഒരു 490 റേഞ്ചിൽ ടാർഗറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ എൻ്റർ ആകാൻ പോകുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, എല്ലാം ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും എൻ്റർ ആവുക. തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് നോക്കിയ ശേഷം ഞാനൊരു 490 ആയിരിക്കും ഈ സ്റ്റോക്കിന് എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, വളരെ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ, അതായത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ആക്ഷൻ ഒന്നും കാണുന്നില്ല. അപ്സൈഡ് പോകുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു, ട്രെൻഡ് ലൈൻ ഫോർമേഷനിൽ സപ്പോർട്ട് എടുക്കുന്നു, അപ്സൈഡ് പോകുന്നു. സോ ചെറിയ പ്രൈസ് ആക്ഷനാണ്. ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് പാറ്റേൺസിൽ ഒന്നിലായിട്ട് ഗോ ഫാഷനെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. ACME സോളാർ 2-3 ആഴ്ചയായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓർക്കുന്നില്ല. ACME സോളാർ ഹോൾഡിങ്സ്. ഓക്കെ, അപ്പം ഡിമാൻഡ് സോണിൽ നിന്നും ഈ സ്റ്റോക്ക് ACME സോളാർ അപ്സൈഡ് തന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഏരിയയിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വച്ചേക്കുന്ന ടാർഗറ്റ് 466 റേഞ്ചാണ്. ഓക്കെ, അപ്പം ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ 320 റേഞ്ചിൽ ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 320 റേഞ്ചിലേക്ക് വന്നിട്ടില്ല. അപ്പം ഈ ഒരു സോൺസിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ഒരു മീഡിയം ടേം ഹോൾഡ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ACME സോളാർ. ആൻഡ് ഒരു 20-30% മൂവ്മെന്റ് മാക്സിമം ക്യാച്ച് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 466 റേഞ്ച് വരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മൈനർ ലെവലിൽ ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് ഈ സ്റ്റോക്ക്. അപ്പം മാർക്കറ്റും കൂടെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചാണ് ACME സോളാർ ഹോൾഡിങ്സ് വച്ചേക്കുന്നത്. അപ്പം നിങ്ങളും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ, ടൈറ്റ് പ്രൈസ് ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ACME സോളാർ ഹോൾഡിങ്സ്. അപ്പം അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉഷ മാർട്ടിൻ. ഓക്കെ, ഉഷ മാർട്ടിന് ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ചെറിയ സിമ്പിൾ പ്രൈസ് ആക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഉഷ മാർട്ടിനും ഞാൻ ഒറ്റ റൂളേ ഉള്ളൂ, ഞാൻ ഇതുവരെ എൻട്രി എടുത്തിട്ടില്ല, പുതിയ എൻട്രീസ് ഒന്നും. 455 എബോവ് ആണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ബുള്ളിഷ് മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഒരു 10% മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് 530 അല്ലെങ്കിൽ 550 റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 560 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചായിരിക്കും ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുക. എന്തായാലും ഈ ഒരു ക്ലോസിംഗ് 450 റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷമായിരിക്കും ഞാനിതിൽ ഉഷ മാർട്ടിനിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ബേസിക്കലി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു സ്റ്റോക്ക് എക്സ്ട്രാ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടേക്കുന്നത് മാരുതി സുസുക്കിയും കൂടെയാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതൊരു ഡിമാൻഡ് സോൺ ട്രേഡാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 13,745 റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് നിൽക്കുന്നുണ്ട്. അപ്പം എബോവ് 14,000 ഞാനൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ വച്ചേക്കുന്നത്. 15,000 റേഞ്ച് അല്ലെങ്കിൽ ഒരു 16,000 റേഞ്ചിലേക്ക് മൂവ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാരുതി സുസുക്കി ഞാൻ വച്ചേക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ 13,990 അതായത് 14,000 റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു അക്യുമുലേഷൻ ഫേസിലാണ് സ്റ്റോക്ക് കടന്നു പോകുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു അക്യുമുലേഷനിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തു വരുമോന്ന്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലും വാട്സാപ്പിലും ജോയിൻ ചെയ്യാം. എൻ്റെ നമ്പർ ഉണ്ട്, എൻ്റെ ടെലിഗ്രാം ID ഉണ്ട്. നിങ്ങൾക്കപ്പം മെസ്സേജ് ചെയ്യാം. ഞാൻ കഴിയുന്ന ആളുകൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ട്രേഡും നമ്മുടെ ചാനലും എല്ലാം ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.